അമൃതവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കബീർദാസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ദോഹയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദുഃഖമേ സുമിരൻ സബ് കരെ, സുഖമേ കരേ ന കോയ്, ജോ സുഖമേ ബി സുമിരൻ കരെ, ദുഃഖ് കഹാ ഹോയ്. കബീർദാസ് തൻ്റെ ദോഹ മുഖേന സമൂഹത്തെ പരിഷ്കരിക്കുകയും ഒരു നല്ല ഒരു തത്വം ജനങ്ങളിലേക്ക് എത്തിക്കുകയും സമൂഹത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ജാതി പാന്തി കുരി ആദി കുരീതിयों को വെഖോർ വിരോധ് भी करते थे. അദ്ദേഹം നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഇവിടെ അദ്ദേഹം ആളുകളുടെ വിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ദുഃഖമേ സുമിരൻ സബ് കരെ, നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഈശ്വരനെ ഓർക്കും. സുഖമേ കരേന കോയ്, സുഖമുള്ള സമയത്ത്, നമുക്ക് നല്ലത് ഉള്ള സമയത്ത്, നല്ല കാലം വരുമ്പോൾ ഒരിക്കലും ഈശ്വരനെ ആരും തന്നെ ഓർക്കുകയില്ല. എന്നാൽ കബീർദാസ് പറയുന്നത് ജോ സുഖമേ ബി സുമിരൻ കരെ, ദുഃഖ് കഹാ ഹോയ്. ആരാണോ സുഖത്തിലും ദൈവത്തിനെ ഓർക്കുന്നത് അവർക്കൊരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന സമയത്തും സുഖമുണ്ടാകുന്ന സമയത്തും ഒരേപോലെ നമ്മൾ ഈശ്വരനെ ഓർത്താൽ, സ്മരിച്ചാൽ നമുക്കൊരിക്കലും ദുഃഖമുണ്ടാവുകയില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് സുഖം ഉണ്ടാകുമ്പോൾ ഈശ്വരനെ ഓർക്കാതിരിക്കുകയും ദുഃഖത്തിൽ മാത്രം ഈശ്വരനെ ഓർക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. സുഖത്തിൽ പോലും ഈശ്വരനെ ഓർത്താൽ ഒരിക്കലും ദുഃഖം ഉണ്ടായിരിക്കുകയില്ല. സുഖ ഓർ ദുഃഖ സെ ബരേ ഹേ യേ ജിന്ദഗി എന്ന് നമ്മൾ കരുതിയാൽ ഒരിക്കലും ദുഃഖവും ഉണ്ടാവുകയില്ല. കവി ഇത്രയുമാണ് ഇവിടെ ഈ ദോഹ മുഖേന ഉദ്ദേശിക്കുന്നത്. സുഖ മേ കോയി ഈശ്വർ കോ स्मरण नहीं करते, दुख में हमेशा ईश्वर को स्मरण करते हैं. लेकिन जो सुख में भी ईश्वर को स्मरण करते हैं उन लोगों को दुख कभी नहीं होता. धन्यवाद.